കൊമേഴ്സ് ക്യാബിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ IBO2 ചാപ്റ്റർ 7 ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുകയും പുതിയ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ വരുന്നത് നമ്മൾ നോക്കിക്കാണുകയും ചെയ്യുന്നവരാണ്. അപ്പം നിലവിലുള്ള പ്രോഡക്ട്സിനേക്കാൾ നല്ല പ്രോഡക്റ്റ്സാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് എന്ന് പല കമ്പനീസും ക്ലെയിം ചെയ്യാറുണ്ട്. അങ്ങനെ അവരുടെ പ്രോഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പഴയ പ്രോഡക്ട്സും ഇപ്പം അവൈലബിൾ അല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചില പ്രോഡക്ട്സ് അതിൻ്റെ ഓൾഡ് ഷേപ്പ്, ഡിസൈൻ, കളറ്, ഈവൻ അതിൻ്റെ നെയിം പോലും മാറ്റിയാണ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പനീസ് ന്യൂ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഓൾഡ് പ്രോഡക്ട്സിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഡിസിഷൻ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ പ്രോഡക്റ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൽ പ്രോഡക്ട്സ് എന്നത് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഫിസിക്കൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയാണ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസ് ഓർ സാറ്റിസ്ഫാക്ഷൻ, അതിനെയാണ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കുറച്ച് പോപ്പുലർ ആണെങ്കിൽ അതിനർത്ഥം ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനിയും അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇറക്കിയാൽ മതി എന്നുള്ളതാണ്. എന്നാൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഫെയിലിയർ റേറ്റ് ഹൈ ആണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ മനസ്സിലാക്കണം. ചിലപ്പം യൂട്ടിലിറ്റിയുടെ ഒരു പ്രശ്നമാകാം, അല്ലെങ്കിൽ പ്രൈസ് ആയിരിക്കാം, ക്വാളിറ്റി ആയിരിക്കാം. ഇതൊക്കെ കുറവുള്ളത് കൊണ്ടായിരിക്കാം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടാത്തത്. അപ്പം എന്താണ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാത്തതെന്നുള്ളത് മാനുഫാക്ചറർ മനസ്സിലാക്കണം. ഒരു പ്രോഡക്റ്റിൻ്റെ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റിയെ തീരുമാനിക്കുന്ന 4 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഡിസൈറബിലിറ്റി, രണ്ടാമത്തേത് പർപ്പസ്, മൂന്നാമത്തേത് യൂസബിലിറ്റി, നാലാമത്തേത് യൂസർ എക്സ്പീരിയൻസ്. അതിലെ ഫസ്റ്റ് പോയിൻ്റ് ഡിസൈറബിലിറ്റി. ഒരു പ്രോഡക്റ്റിൻ്റെ അട്രാക്ഷൻ, ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് ഡിസൈറബിലിറ്റിയിൽ പറയുന്നത്. ആ പ്രോഡക്റ്റ് അപ്പീലിംഗ് ആണോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആണോ, ഇതൊക്കെയാണ് ഫസ്റ്റ് ആസ്പെക്റ്റായ ഡിസൈറബിലിറ്റിയിൽ പറയുന്നത്. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അതിനൊരു അപ്പീലിംഗ് പവർ ഉണ്ടോ എന്നുള്ളതാണ് ഡിസൈറബിലിറ്റി എന്ന് പറഞ്ഞ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തേതാണ് പർപ്പസ്. ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ അതിനൊരു കാരണം ഉണ്ടായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പം ഫ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് കേടുവരാതെ ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പർപ്പസ് എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞിരിക്കുന്നത് റീസൺ ഫോർ യൂസിങ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, അതാണ് പർപ്പസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ പറയുന്നത്. ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം അതിനൊരു ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ഒരു റീസൺ ഉണ്ടായിരിക്കണം. അതാണ് ആ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തേതാണ് യൂസബിലിറ്റി. അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ പെർഫോമൻസ് ഓഫ് എ പ്രോഡക്റ്റ്, അതായത് യൂസേഴ്സിന് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രോഡക്റ്റ് ആണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ആസ്പെക്റ്റ്. നാലാമത്തേതാണ് യൂസർ എക്സ്പീരിയൻസ്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളിന് പോസിറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ കൊടുക്കാൻ ഈ പ്രൊഡക്റ്റിന് കഴിയുന്നുണ്ടോ, അതാണ് യൂസർ എക്സ്പീരിയൻസിൽ പറയുന്നത്. ഇനി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ്, സർവീസ്, ഇൻഫർമേഷൻ, ഈവൻറ്റ്സ്, പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നൊരു അംബ്രല്ല ടേമാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെല്ലർ ബയറിന് ഓഫർ ചെയ്യുന്ന ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഫീച്ചേഴ്സിൻ്റെ കളക്ഷനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫിലിപ്പ് കോട്ട്ലർ പ്രോഡക്റ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന എന്താണെന്ന് നോക്കാം. എ പ്രോഡക്റ്റ് ഈസ് എനിത്തിങ് that can be offered to a market for attention, acquisition, use or consumption that might satisfy a want or need. It includes physical objects, service, person, place, organization and ideas. അപ്പം ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പബ്ലിക്കിന് മാനുഫാക്ചറർ ഓഫർ ചെയ്യുന്ന എന്തിനേയും പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. അത് ടാഞ്ചിബിൾ ആകാം, ഇൻടാഞ്ചിബിൾ ആകാം, സർവീസ് ആകാം, പ്രോപ്പർട്ടി ആകാം. പബ്ലിക്കിൻ്റെ അറ്റൻഷന് വേണ്ടി അവരുടെ നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന എന്തിനെ വേണമെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കമ്പനി പല രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓരോ രാജ്യത്തെയും പ്രോഡക്റ്റ് പെർസെപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ത്യയിൽ ഒരു സ്നാക്സ് ഐറ്റം പോലെയാണ് നമ്മൾ നൂഡിൽസ് കഴിക്കുന്നത്. പക്ഷേ ചില രാജ്യങ്ങളിൽ നൂഡിൽസ് എന്ന് പറയുന്ന ഡെയിലി ഫുഡിൻ്റെ ഒരു
പാർട്ടായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോറിൻ കസ്റ്റമേഴ്സിൻ്റെ പ്രോഡക്റ്റ് പെർസെപ്ഷനുമായിട്ട് കമ്പനിയുടെ പ്രോഡക്റ്റ് മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കണം. ഓവർസീസ് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ മൈനറായിട്ടുള്ള അല്ലെങ്കിൽ മേജറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു പ്രോഡക്റ്റിൽ നടത്തേണ്ടി വരാറുണ്ട്. ഒരു പക്ഷേ ക്വാളിറ്റിയിലായിരിക്കാം, അത് ഷേപ്പിലായിരിക്കാം, പാക്കേജിങ്ങിലായിരിക്കാം, കളറിലായിരിക്കാം, സർവീസിലായിരിക്കാം, ബ്രാൻഡിങ്ങിലായിരിക്കാം, ഇതിലൊക്കെ ആയിരിക്കാം. ഇതിലേതെങ്കിലും ഒന്നിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് വേണം നമ്മൾ ഓവർസീസ് മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇറക്കാൻ. കാരണം ഓവർസീസ് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഒരു പ്രോഡക്റ്റിൽ നടത്തേണ്ടി വരാറുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ വേഴ്സസ് അഡാപ്ഷൻ. അപ്പം സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് സെയിം പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കുറയ്ക്കാം. ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ്റെ അഡ്വാൻറ്റേജ്. അതായത് ലോകത്തെല്ലായിടത്തും ഒരേ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഓവർസീസ് മാർക്കറ്റിന് രാജ്യത്തിനും ഓരോ പ്രോഡക്റ്റ് പെർസെപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഓരോ മാർക്കറ്റിനനുസരിച്ചും അവരുടെ പ്രിഫറൻസിനനുസരിച്ചും ആ കമ്പനി അവരുടെ പ്രോഡക്ട്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഓരോ മാർക്കറ്റിലേക്കും ഇറക്കുന്നത്. അതിനെയാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തെല്ലായിടത്തും ഒരേപോലെ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നതിനെ സ്റ്റാൻഡേർഡൈസേഷൻ എന്നും കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഓവർസീസ് മാർക്കറ്റിനനുസരിച്ച് ചേഞ്ചസ് വരുത്തി ആ കൺട്രിയിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇറക്കുന്നതിനെ അഡാപ്ഷൻ എന്നും പറയുന്നു. ഇനിയും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രോഡക്റ്റ് അഡാപ്ഷൻ. പ്രോഡക്റ്റ് അഡാപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ് കസ്റ്റമർ ഓറിയൻറ്റേഷനിൽ പർച്ചേസിങ് പവർ, പ്രോഡക്റ്റ് പ്രിഫറൻസ്, ലിറ്ററസി റേറ്റ്, അതുപോലെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ സ്ഥലത്തും ഓരോ ആളുകൾക്കും. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പം പല റേഞ്ച്, പല സൈസ്, പല കളറ് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് വേണം ഓഫർ ചെയ്യാൻ. ചില കസ്റ്റമേഴ്സിന് ചില പ്രോഡക്റ്റ്സ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തേത് കസ്റ്റമർ ഓറിയൻറ്റേഷൻ, കസ്റ്റമേഴ്സിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അവരുടെ ഡിമാൻഡിനനുസരിച്ച് പ്രോഡക്റ്റ്സ് കൊടുക്കുക. രണ്ടാമത്തേതാണ് സ്റ്റേജ് ഓഫ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. മാർക്കറ്റ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ടെക്നിക്കൽ സ്കിൽസ്, ഇതൊക്കെ അഡാപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ആഫ്റ്റർ സെയിൽസ് സർവീസ് കൊടുക്കാനുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവിടെ ഉണ്ടോ, ഇതൊക്കെ മേജറായിട്ടുള്ളൊരു ഫാക്ടറാണ്. അഡാപ്ഷൻ എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി നമ്മൾ എടുക്കുമ്പം ഇതൊക്കെ നമ്മൾ നോക്കണം. മൂന്നാമത്തേതാണ് ലീഗൽ കൺസിഡറേഷൻ. അതിൽ പറയുന്ന പേറ്റൻറ്റ്, അതുപോലെ തന്നെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, കൊമേഴ്ഷ്യൽ ടേംസ്, ഇതും അഡാപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നാലാമത്തേതാണ് ക്ലൈമറ്റിക് കണ്ടീഷൻ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ക്ലൈമറ്റിക് കണ്ടീഷൻസും ഈ അഡാപ്ഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഹോട്ട് ക്ലൈമറ്റ് ഉണ്ട്, കോൾഡ് ക്ലൈമറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഏരിയാസ് നോക്കുമ്പോൾ ഹില്ലി ഏരിയാസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്. അങ്ങനെ പല ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആണെങ്കിലും ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ക്ലൈമറ്റിനനുസരിച്ചായിരിക്കണം ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കേണ്ടത്. പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ്ങിലാണെങ്കിൽ പോലും ഈ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് വേണം പാക്കേജിങ്ങിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് സ്റ്റോറേജും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നേരത്ത് ക്ലൈമറ്റിക് കണ്ടീഷനും കൂടി നമ്മൾ നോക്കണം. ഇപ്പോൾ ഹോട്ട് ഏരിയാസിൽ നമുക്കൊരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നത് പോലെ അല്ലായിരിക്കും ഒത്തിരി തണുപ്പുള്ള ഏരിയാസിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് വിടേണ്ടത്. സ്റ്റോറേജിലാണെങ്കിലും ഒത്തിരി സൂക്ഷിക്കണം, അതായത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചായിരിക്കണം അവർ ചെയ്യേണ്ടത്. അതാണ് അതിനകത്ത് നാലാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആൻഡ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇനിയും പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫിലെ പല സ്റ്റേജസിനെ അനലൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. എല്ലാ ലിവിങ് ബീയിങ്സിനും ഒരു ലൈഫ് സൈക്കിളുണ്ട്. എന്തുവാ, അവർ ഒരു ജനിക്കുന്നു, വളരുന്നു, പ്രായമാവുന്നു, മരിക്കുന്നു, ഇതൊക്കെയാണ് ആ ഒരു ലിവിങ് ബീയിങ്ങിൻ്റെ ലൈഫിലെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിലാണെങ്കിലും ഇതുപോലെയാണ് അല്ലേ. ജനനം,
ജീവിതം, മരണം, ഇങ്ങനെ 3 സൈക്കിളാണ് അവരുടെ ലൈഫിലുള്ളത്. ഒരു പ്രോഡക്റ്റും ഇതുപോലെ പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് പ്രോഡക്റ്റിന് ബർത്ത് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഡെത്ത് ഉണ്ട്. ഇത് 3ഉം ഒരു പ്രോഡക്റ്റിനും ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ ജനനം മുതൽ മരണം വരെ പല സ്റ്റേജിൽ കടന്നു പോകുന്നതിനെ ഹ്യൂമൻ ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നതെങ്കിൽ, പ്രോഡക്റ്റ് പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നതിനെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നു. ഈ തിയറിയിൽ പറയുന്നത്, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നാൽ എന്തെങ്കിലും ആ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ നിന്ന് ഔട്ടായി പോകും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജിക്ക് മാറ്റങ്ങൾ വരും. അങ്ങനെ ആ ടെക്നോളജി മാറുന്നതിൻ്റെ ഫലമായിട്ട് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രോഡക്റ്റിന് ബർത്ത് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഡെത്ത് ഉണ്ട്. അതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പം ഗ്രാംഫോൺ എന്ന് പറയുന്നത് പണ്ട് ഒരുമാതിരി പൈസയുള്ള വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഗ്രാംഫോൺ. ഇപ്പോൾ അത് മാസ് പ്രൊഡക്ഷനിലില്ല. ഷോക്കേസ് പീസ് ആയിട്ടോ അങ്ങനെ കുറച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. പണ്ട് ഈ ഒരു ടെക്നോളജി ഉണ്ടായിരുന്ന കാലത്ത് ഇത് മാസ് പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. അതിൻ്റെ ലൈഫ് സൈക്കിൾ ഇപ്പോൾ ഡിക്ലൈൻ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ CFLൻ്റെ ഒരു കേസിലെടുക്കുമ്പം സാധാരണ ബൾബായിരുന്നു പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് CFL ബൾബായി. ഇപ്പം CFLും ഒരുപാടങ്ങ് യൂസ് ചെയ്യുന്നില്ല. LED ബൾബ്സാണ് കുറച്ചും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയും സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പ് അതിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പം ചിലപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ ഡിമാൻഡ് കുറഞ്ഞു പോകാം. അതായത് എല്ലാ പ്രോഡക്ട്സും ഒരു കാലത്ത് പുതിയ ടെക്നോളജി വരുമ്പം ആ പ്രോഡക്റ്റിനെ റീപ്ലേസ് ചെയ്യും. വേറൊരു പ്രോഡക്റ്റ് ഇതിനെ റീപ്ലേസ് ചെയ്യും. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന സമയം മുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്നത് വരെയുള്ള സമയത്തിനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനിയും പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ നമുക്ക് അതിൻ്റെ സ്റ്റേജസിനെ 4ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. അതിലെ ഫസ്റ്റ് സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന സ്റ്റേജിനെയാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ കസ്റ്റമേഴ്സ് പ്രോഡക്ട്സിനെ പറ്റി വലിയ അവെയർ അല്ലായിരിക്കും. ഇനിയും ഓരോ സ്റ്റേജിലും ഉള്ള 4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും പറയുന്നത്. അതായത് സെയിൽസ്, പ്രൈസ്, പ്രോഫിറ്റ്, മാർക്കറ്റിംഗ് എക്സ്പെൻസ്, ഈ 4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്താണ് ഇനിയുള്ള 4 സ്റ്റേജസിനെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേജായ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുവാണ്. ഈ സ്റ്റേജിൽ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിനെ കുറിച്ച് വലിയ അവെയർനെസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അപ്പം നമ്മുടെ ആദ്യത്തെ ഫാക്ടറായ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ സെയിൽസ് കുറവായിരിക്കും. അതായത് കസ്റ്റമേഴ്സിന് വലിയ അറിവ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചില്ല. അതുകൊണ്ട് തന്നെ സെയിൽസും വളരെ കുറവായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടറാണ് സെയിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാകുന്നത് എങ്ങനെയാണ്? അതായത് മാസ് പ്രൊഡക്ഷൻ അവർ നടത്തുന്നില്ല. മാസ് പ്രൊഡക്ഷൻ നടത്താത്തത് കൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസും കൂടുതലായിരിക്കും. എന്നാൽ സെയിൽസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റും കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ചുരുക്കി പറഞ്ഞാൽ സെയിൽസ് കുറവാണ്, പ്രൈസ് കൂടുതലാണ്. പ്രൈസ് കൂടുതലാകാൻ കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് പ്രൈസും കൂടുതലായിരിക്കും. സെയിൽസ് കുറവായതുകൊണ്ട് പ്രോഫിറ്റ് കുറവായിരിക്കും. മാർക്കറ്റിംഗ് എക്സ്പെൻസും കൂടുതലായിരിക്കും. ഇവിടെ കൂടുതലുള്ളത് പ്രൈസും മാർക്കറ്റിംഗ് എക്സ്പെൻസും ആയിരിക്കും കൂടുതൽ. സെയിൽസ് കുറവാണ്, പ്രോഫിറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജ്. ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ആളുകൾക്ക് കുറച്ച് അത്യാവശ്യം ആളുകൾ അതുമായിട്ട് ഫെമിലിയറായി. അങ്ങനെ കുറച്ചും കൂടി കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റ്സ് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിന് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നതിനേക്കാളിലും കൂടുതൽ ഒരു ഡിമാൻഡൊക്കെ കിട്ടാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് സെയിൽസും എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. കോമ്പറ്റീഷനും ഉണ്ടാകുന്നു. പ്രോഡക്റ്റ് കൂടുതൽ പ്രോഫിറ്റബിൾ ആകുന്നു. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നത്. അതായത് കുറച്ചും കൂടെ സെയിൽസ് ഉണ്ടാകുന്നു. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനേക്കാളും കുറച്ചും കൂടെ സെയിൽസ് ഉണ്ടാകുന്നു, കുറച്ചും കൂടെ പ്രോഫിറ്റ് കൂടുന്നു. അല്ലാതെ ഹൈ പ്രോഫിറ്റോ ഹൈ സെയിൽസോ ഒന്നുമില്ല. ഇൻട്രൊഡക്ടറി സ്റ്റേജിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് സെയിൽസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രൈസ് കുറയുകയും ചെയ്യുന്നു. കാരണം എന്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കുറയും. കാരണം
പ്രൊഡക്ഷനിലെ വോളിയം കുറച്ചും കൂടെ കൂടി. ഇൻട്രൊഡക്ടറി സ്റ്റേജിൽ മാസ് പ്രൊഡക്ഷൻ നടത്തത്തില്ല, കുറച്ച് പ്രൊഡക്ഷനേ ഉള്ളതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. പക്ഷേ ഗ്രോത്ത് സ്റ്റേജിലാകുമ്പം കുറച്ചും കൂടെ ആളുകൾക്ക് ഈ പ്രോഡക്റ്റിനെ പരിചയമായി തുടങ്ങി. അപ്പം കുറച്ചും കൂടെ പ്രോഡക്റ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ പ്രൈസ് കുറച്ച് കുറയും. അതാണ് ഗ്രോത്ത് സ്റ്റേജിൽ പറയാനുള്ളത്. മൂന്നാമത്തെ സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജ്. മെച്യൂരിറ്റി സ്റ്റേജിൽ മാർക്കറ്റ് സാച്ചുറേഷൻ അറ്റൈൻ ചെയ്യുന്ന ഒരു ഫേസാണ് മെച്യൂരിറ്റി സ്റ്റേജ്. ഈ സ്റ്റേജിൽ സെയിൽസ് അതിൻ്റെ മാക്സിമം പോയിന്റിൽ എത്തുന്ന ഒരു സമയമാണ് മെച്യൂരിറ്റി സ്റ്റേജ്. ആ പ്രോഡക്റ്റ് മാർക്കറ്റ് കൈയടക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് മാസ് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ സെയിൽസ് വോളിയം മാക്സിമം ലെവലിലും എത്തും. കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അതാണ് മെച്യൂരിറ്റി സ്റ്റേജിൻ്റെ പ്രത്യേകത. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറയുമ്പം കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നതിൻ്റെ ഫലമായിട്ട് ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റ്സ് മാർക്കറ്റിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ള ഈ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുകയും സെയിൽസ് വോളിയത്തിൽ ഒരുപാട് കുറവ് വരികയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് കുറയും. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ലൈഫ് സൈക്കിൾ വരുന്നത്. ഷോർട്ട് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കാണും, ലോങ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കാണും. ഇനിയും അടുത്തതാണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ടാർഗറ്റ് മാർക്കറ്റ് ആ പ്രോഡക്റ്റിനെ പറ്റി അറിയാത്തത് കൊണ്ട് സെയിൽസ് ടേൺ ഓവർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് പണം അവർക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരും. അതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പറയാനുള്ളത്. പക്ഷേ ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ നോക്കുമ്പം ഗ്രോത്ത് സ്റ്റേജിൽ ഇൻട്രൊഡക്ടറി സ്റ്റേജിൽ നമ്മൾ ഉപയോഗിച്ച മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തല്ലോ. അപ്പം ആളുകൾക്ക് അത്യാവശ്യം ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി അവർക്ക് അവയർനെസ് കിട്ടുന്നു. കുറച്ചും കൂടെ സെയിൽസ് ഒക്കെ കൂടുകയും ചെയ്യുന്നുണ്ട്. മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്തുവാ? മെച്യൂരിറ്റി സ്റ്റേജിൽ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമയമാണ് മെച്യൂരിറ്റി സ്റ്റേജ്. ഡിക്ലൈൻ സ്റ്റേജിൽ അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ പറയുന്നത്. ഇനിയും ലൈഫ് സൈക്കിൾ സ്ട്രെച്ചിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും നേച്ചർ അനുസരിച്ച് പല സ്ട്രാറ്റജീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഒന്നാമത്തേത് റീപൊസിഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ സെല്ലിംഗ് പെർസെപ്ഷൻ സ്ട്രാറ്റജീസ് മാറ്റുന്നതാണ് ഈ റീപൊസിഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു ബെറ്റർ ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ട് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്ട്രാറ്റജിയാണ് റീപൊസിഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പം കുക്കിംഗ് ഓയിൽ ബിസിനസ് നടത്തുന്ന കമ്പനീസ് അവരുടെ ആ ഒരു ബിസിനസ്സിനെ ആ ഒരു പ്രൊഡക്റ്റിനെ റീപൊസിഷൻ ചെയ്തു. അവരുടെ ബ്രാൻഡിനെ അവർ റീപൊസിഷൻ ചെയ്തു. അതായത് അവരുടെ പ്രോഡക്റ്റിൽ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സെല്ലിംഗ് പെർസെപ്ഷനെ അവർ മാറ്റി. പണ്ട് കൊളസ്ട്രോൾ ഫ്രീ ഓയിൽസ് അവൈലബിൾ അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊളസ്ട്രോൾ ഫ്രീ കണ്ടൻസ് വെച്ച് അവരുടെ ബ്രാൻഡിനെ റീപൊസിഷൻ ചെയ്തു. അതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി, റീപൊസിഷൻ ഓഫ് പ്രൊഡക്റ്റ്. രണ്ടാമത്തേതാണ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ടെക്നോളജി മാറ്റണം, അല്ലേ? അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൽ കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുക. ആ ഒരു സ്ട്രാറ്റജിയാണ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൽ പറയുന്നത്. മൂന്നാമത്തെയാണ് ന്യൂ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ്. പണ്ടൊക്കെ സിംഗിൾ ഡോർ ഫ്രിഡ്ജായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 2ഉം 3ഉം ഡോർസ് ഉള്ള റെഫ്രിജറേറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ന്യൂ ഫീച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹെയർ ഓയിൽ, ഇപ്പം നമ്മൾ നേരത്തെ ഹെയർ ഓയിൽസൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ സ്വയമേ ചൂടാക്കിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഹെയർ ഓയിൽ കമ്പനിക്കാർ അവരുടെ ഹെയർ ഓയിലിൻ്റെ ഒപ്പം ഒരു ഹെയർ ഓയിൽ കമ്പനി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ഹീറ്ററും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പ്രത്യേകം ചൂടാക്കി ഉപയോഗിക്കണമായിരുന്നു. ഇപ്പം ഹെയർ ഓയിലിൻ്റെ കൂടെ ഒരു ഓട്ടോമാറ്റിക് ഹീറ്ററും കിട്ടുന്നുണ്ട്. അതൊരു ന്യൂ ഫീച്ചറാണ്. ഇതൊക്കെ നിലവിലുള്ള പ്രോഡക്റ്റിന് മൈനർ ചേഞ്ചസ് വരുത്തി മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്നാൽ ചില പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ചില കമ്പനീസ് അവരുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് മാറ്റത്തില്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പ്രോഡക്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും ഒരു കമ്പനിക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തതാണ് ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് നോക്കാം. ഒന്നാമത്തേത് എക്സ്പോർട്ട് സ്ട്രെങ്ത് ഈസ് എവിഡൻറ്റ് ബൈ ഇന്നോവേറ്റർ കൺട്രി. അതിൽ പറയുന്നത് റിസോഴ്സസ് ഉള്ളതുകൊണ്ട് പ്രോഡക്ട്സ് ഡെവലപ്ഡ് കൺട്രീസിലായിരിക്കും ഇന്നോവേറ്റ് ചെയ്യുന്നത്. അതായത് ടെക്നോളജിക്കൽ നോ ഹൗ, അതുപോലെ തന്നെ
ക്യാപിറ്റൽ ഇതൊക്കെ ഡെവലപ്ഡ് കൺട്രീസിൽ കൂടുതലുണ്ട്. ഡെവലപ്ഡ് കൺട്രീസിലുള്ള കസ്റ്റമേഴ്സ് ന്യൂ പ്രോഡക്ട്സ് ഉപയോഗിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സോ മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യുന്നു, ഡെവലപ്ഡ് കൺട്രീസിൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഹോം കൺട്രീസിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യും. ഹോം കൺട്രിയുടെ ഡിമാൻഡ് മീറ്റ് ചെയ്ത ശേഷം അവർ ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഈ ഫേസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് സ്റ്റേജിനെ എക്സിബിറ്റ് ചെയ്യുന്ന സ്റ്റേജ്. രണ്ടാമത്തേതാണ് ഫോറിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട്സ്. മിഡിൽ ഇൻകം കൺട്രീസിലെ ഇമ്പോർട്ടിംഗ് ഫേംസ് ഹോം കൺട്രീസിൽ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡിനെ റിയലൈസ് ചെയ്യുന്നു. അതായത് ഹോം കൺട്രിയിലുള്ള പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡിനെ അവർ റിയലൈസ് ചെയ്യുന്നു. മാനുഫാക്ചറേഴ്സ് അവരുടെ കൺട്രീസിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സ്റ്റേജാണ്. എന്നിട്ട് ലോ ഇൻകം കൺട്രീസിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. മിഡിൽ ഇൻകം കൺട്രിയിലെ ലാർജ് പ്രൊഡക്ഷൻ ഇന്നവേറ്റിംഗ് കൺട്രിയിൽ നിന്നുള്ള എക്സ്പോർട്ടിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് മിഡിൽ ഇൻകം കൺട്രീസിൽ ലാർജ് പ്രൊഡക്ഷൻ നടക്കുമ്പം ഇന്നവേറ്റിംഗ് കൺട്രീസിൽ നിന്നുള്ള എക്സ്പോർട്ടിനെ കുറയ്ക്കാൻ അത് സഹായിക്കും. ഇത് മെച്യൂരിറ്റി സ്റ്റേജിനെയാണ് കാണിക്കുന്നത്. ലോ ഇൻകം കൺട്രിയിലുള്ള ഫേംസ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് റിയലൈസ് ചെയ്തിട്ട് അവരുടെ ഹോം കൺട്രിയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ ആ ഒരു പ്രൊഡക്ഷനിൽ എക്സ്പേർട്ടായിട്ട് മാറുന്നു. ലേബർ കോസ്റ്റും അവർക്ക് കുറവാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അവർ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് മാറുന്നു. അങ്ങനെ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇന്നവേറ്റിംഗ് കൺട്രിയുടെ എക്സ്പോർട്ട് ബേസിനെ റീപ്ലേസ് ചെയ്യുന്നു. കാരണം അവരുടെ എക്സ്പോർട്ട് ഡിക്ലൈൻ സ്റ്റേജിലായതുകൊണ്ട് ഇങ്ങനെയുള്ള കൺട്രീസിന് അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ സ്റ്റേജിൽ മറ്റ് കൺട്രീസ് ഈ പ്രോഡക്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. ഇതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ തേർഡ് സ്റ്റേജ്. പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന സ്റ്റേജാണ് ഈ സ്റ്റേജ്. നാലാമത്തേതാണ് ഇമ്പോർട്ട് കോമ്പറ്റീഷൻ ബിഗിൻസ്. ലോ ഇൻകം ഇമ്പോർട്ടിംഗ് കൺട്രീസിലെ പ്രൊഡ്യൂസേഴ്സ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ആകുന്ന ഒരു സ്റ്റേജാണ്. അതായത് ലോ ഇൻകം ഇമ്പോർട്ടിംഗ് കൺട്രീസിലെ പ്രൊഡ്യൂസേഴ്സ് അവർ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും അവർ കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നു, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആകുന്നു. ഇക്കണോമീസ് ഓഫ് സ്കെയിൽ അവർ അറ്റൈൻ ചെയ്യുന്നു. അങ്ങനെ ഇന്നവേറ്റർ കൺട്രിയെക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നു. അങ്ങനെ ഇന്നവേറ്റർ കൺട്രി ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇമ്പോർട്ടറായിട്ട് മാറുന്നു. ഇതാണ് ഫോർത്ത് സ്റ്റേജ്. പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി സ്റ്റാൻഡേർഡൈസ്ഡ് ആകുന്ന സ്റ്റേജാണ് ഫോർത്ത് സ്റ്റേജ്. ഇനി അടുത്തത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു കമ്പനി അവരുടെ നിലവിലുള്ള പ്രോഡക്റ്റിനെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റിനെ ഇന്നവേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഐഡിയ ജനറേഷൻ്റെ ഓവറോൾ പ്രോസസ്സാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കൺസെപ്ച്വലൈസേഷൻ്റെ ഒരു ഓവറോൾ പ്രോസസ്സ് ആണ് ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് രണ്ട് ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്നാമത്തേത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ മോഡിഫിക്കേഷൻ, രണ്ടാമത്തേത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഗ്രോത്തിനും സർവൈവലിനും വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് ഒരു പുതിയ പ്രോഡക്റ്റിനെ അവർ ഡിസൈൻ ചെയ്യുന്നു, അതിനെ ഡെവലപ്പ് ചെയ്യുകയും അതിനെ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്തെന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രൊവൈഡ്സ് എ ലോങ് ടേം പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇൻ ദ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഒരു പ്രോഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാതെയോ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാതെയോ ഒരു ടാർഗറ്റ് മാർക്കറ്റിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തേതാണ് ഹൈ കോമ്പറ്റീഷൻ ആകുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഡക്റ്റിനെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ അതവർക്ക് അത്ര പെട്ടെന്ന് കോപ്പി ചെയ്യാനായിട്ട് പറ്റത്തില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കോമ്പറ്റീഷൻ കുറച്ച് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. മൂന്നാമത്തേത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഡൈനാമിക്കാണ്. സോ കമ്പനി കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മാറുന്നതനുസരിച്ച് അവരുടെ പ്രോഡക്റ്റിനെ മോഡിഫൈ ചെയ്യണം. അപ്പം കസ്റ്റമേഴ്സ് കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആകും, കൂടുതൽ പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാകാനായിട്ട് കഴിയും. ഇതൊക്കെയാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനിയും അടുത്തതാണ് റിസ്ക് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ്. ഇപ്പം പ്രോഡക്റ്റ് പ്ലാനിങ് സ്ട്രാറ്റജിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലേ. എന്നാലും ഇതെന്ന് പറയുന്ന ഒരു ഹൈലി റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് അതിനകത്തുള്ള റിസ്ക് എന്ന് നോക്കാം. ഒന്നാമത്തെ റിസ്ക്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചുമ്മാതെ നമുക്കൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് അതിൻ്റെ പുറകിൽ വേണം. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വരുന്ന കോസ്റ്റ് കൂടുതലായിരിക്കും. അതാണ് ഒന്നാമത്തെ റിസ്ക്. രണ്ടാമത്തേത്
ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെന്നൊന്നും ഇല്ല. ചിലപ്പം നമ്മൾ ആ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കംപ്ലീറ്റ്ലി അതൊരു ലോസ് ആയിരിക്കാം. ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് മാർക്കറ്റിൽ വലുതായിട്ട് വിജയിക്കണമെന്നൊന്നുമില്ല. മൂന്നാമത്തേതാണ് കസ്റ്റമേഴ്സിൻ്റെ ആക്സെപ്റ്റൻസ് ആ ഒരു പ്രോഡക്റ്റിന് കിട്ടണമെന്നും ഇല്ല. ഇതൊക്കെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ വരുന്ന റിസ്ക്കാണ്. ഇനിയും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം, പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഐഡിയ ജനറേഷൻ. ഐഡിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡിയ ജനറേഷനിൽ നിന്നാണ്. ഒരു പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആകുന്നത് ക്രിയേറ്റീവായിട്ട് ഒരു മാനുഫാക്ചറർ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പല ഫേംസും ഈ ഒരു ഐഡിയ ജനറേഷന് വേണ്ടി പല ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അത് മാർക്കറ്റ് സർവീസിൽ കൂടി അവർക്ക് ഐഡിയ ലഭിക്കുന്നു. അതുപോലെ തന്നെ റിസർച്ചിലൂടെ ഇതിന് ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെ അവർക്ക് ഐഡിയ കിട്ടുന്നു. അതുപോലെ തന്നെ കൺസൾട്ടിങ് ദ എക്സ്പേർട്സ് ആയിട്ടുള്ളവരെയും കൊണ്ട് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേന് അങ്ങനെ ഐഡിയ കിട്ടാറുണ്ട് അല്ലേ. ഇങ്ങനെ പല ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട് ഐഡിയ ജനറേറ്റ് ചെയ്യാനുള്ള പല ടെക്നിക്സും പല കമ്പനീസും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴുള്ള എല്ലാ കമ്പനീസും ഐഡിയാസിനെ വെൽക്കം ചെയ്യുന്ന കമ്പനീസാണ്. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഐഡിയ ജനറേഷൻ. രണ്ടാമത്തേതാണ് ഐഡിയ സ്ക്രീനിങ് ഓർ ഐഡിയ ഇവാലുവേഷൻ. ഐഡിയ ജനറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്ത ഐഡിയയുടെ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പം ഐഡിയ സ്ക്രീനിങ്, ജനറേറ്റ് ചെയ്ത ഐഡിയയെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഐഡിയ സ്ക്രീനിങ്. അതായത് ഐഡിയ ഇന്നോവേഷൻ, അതായത് ഈ ഐഡിയ ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണോ, അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഐഡിയയുടെ എബിലിറ്റി എന്താണ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഐഡിയയിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് ഇതിനുള്ളത്, എന്ത് ബെനിഫിറ്റാണ് ഈ ഐഡിയയിലൂടെ നമുക്ക് കിട്ടുന്നത്, പ്രോഫിറ്റബിലിറ്റി എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ആ ഒരു ഐഡിയയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ ഐഡിയ ടോട്ടലി റിജക്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഈ ഐഡിയ ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ആ ഐഡിയ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഈ ഐഡിയ അക്സെപ്റ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഐഡിയ സ്ക്രീനിങ്. അടുത്തതാണ് എൻജിനീയറിംഗ് ഡെവലപ്മെൻറ്റ്. ഈ സ്റ്റേജിൽ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്ത ഈ ഐഡിയയെ ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ആക്കാനുള്ള വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജ്. അപ്പം എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇനിയുള്ള വർക്ക്. അതായത് നമ്മളിപ്പം അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, സ്ക്രീനിങ്ങിലൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത ഒരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ അപ്രൂവ് ചെയ്തൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയയെ പ്രോഡക്റ്റാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അടുത്ത ചുമതല. അതാണ് അടുത്ത സ്റ്റേജ്. ഇനി അടുത്ത പ്രോസസ്സാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ ഇറക്കി, അതിനുശേഷം അവർ ഒരു ടെസ്റ്റ് മാർക്കറ്റ് പോലെ നടത്തണം. അതായത് കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് കിട്ടാൻ വേണ്ടി സെലക്റ്റഡ് കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നു. ഇതിലൂടെ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാനും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫൈനലൈസ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. അതായത് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഐഡിയയെ പ്രോഡക്റ്റാക്കി മാറ്റിയല്ലോ, ആ പ്രോഡക്റ്റിനെ ഒരു സെലക്റ്റഡ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് സെല്ല് ചെയ്യുന്നു, അവരുടെ റെസ്പോൺസ് അറിയുന്നു. അതാണ് അടുത്ത സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജാണ് കൊമേഴ്ഷ്യലൈസേഷൻ. കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുമ്പം പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ടെസ്റ്റ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുമ്പം ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇക്കണോമിക് കണ്ടീഷൻ ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് അപ്പം മാർക്കറ്റിലേക്ക് ഇറക്കാം, ലോഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇറക്കാൻ ഇക്കണോമിക് കണ്ടീഷൻ ഫേവറബിൾ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ലോഞ്ചിങ് കുറച്ച് ഡിലേ ആകും. ഇതൊക്കെയാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രോഡക്റ്റ് പ്ലാനിങ്ങിനെ കുറിച്ചും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ പല സ്റ്റേജസിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.